അപ്പോൾ ഞങ്ങൾ രാവിലെ 4 മണിക്കാണ് മടിവാലയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ മടിവാലയിൽ നിന്ന് നന്ദിയിലോട്ട് ടോട്ടൽ 60 കിലോമീറ്റേഴ്സ്, ഒരു 1.5 മണിക്കൂറിലെ ട്രാവലാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഒട്ടുക്കത്തെ തണുപ്പായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 12 ഡിഗ്രിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം മൊത്തം മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഡിസംബർ തന്നെയാണ് ഇപ്പോൾ നന്ദിയിലേക്ക് പോകാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ഹലോ ഹലോ, ഭയങ്കര തണുപ്പാണ്. അതേ 3 പട്ടികൾ പോകുന്നു, കാണുന്നുണ്ടോ? ഞാനെന്ത് സംസാരിക്കാൻ ആകാശേ. ഓ, ഒരു രക്ഷയില്ല. ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. എടാ മേലോട്ട് ഓടിക്കാൻ സൂക്ഷിക്കണേ. എന്താ? അല്ല, റൈറ്റ് സൈഡ് കേറല്ലേ, അവിടുന്ന് രാവിലെ പാലമണ്ടി വരും. പാലമണ്ടിയാ? അല്ല, സീരിയസ്ലി വേറെ ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. ഒടുക്കത്തെ തണുപ്പ്, വണ്ടി ഓടിച്ചിട്ട് ഒന്നും കാണുന്നില്ല. എവിടെയോ ഒരു തീ കഴിയാൻ വേണ്ടി ഒരു സ്ഥലത്ത്. ഫൈനലി നമ്മൾ നന്ദിയിലെത്തി. അപ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല തിരക്കാണ് അവിടെ. ഞങ്ങളൊരു 6 മണിക്ക് ഇവിടെ കയറി. പക്ഷെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല ക്യൂ ആണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് നമുക്കിനി മുകളിലോട്ട് പോകാൻ 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും. ബസ്സിനിപ്പോൾ ഒരു 35 റുപ്പീസാണ് ചാർജ് വരുന്നത്. അല്ലാണ്ട് നമുക്ക് നടന്നും പോകാം. അപ്പോൾ നമ്മളിപ്പോൾ മുകളിലോട്ട് ബസ്സിന് പോയി താഴേക്ക് ആ വഴി കൂടെ തന്നെ തിരിച്ച് നടക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ നന്ദിയിലെത്തി. ഇതാണ് നന്ദിയിലെ ടോപ്പ് വ്യൂ. ഈ ബസ്സിലാണ് ഞങ്ങൾ താഴെ നിന്ന് വന്നത്. നമുക്ക് മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോവാം. ചേട്ടാ അങ്ങനെ തന്നെ നിൽക്കണേ. ഇത് കാണിക്കട്ടെ. ഇതാണ് നന്ദിയുടെ പാർക്ക്, നന്ദി പാർക്ക് അല്ലേ? എന്താണ് ചൈന വോളോ? എനിക്കറിയില്ല. അതെ അതെ, വോയിസ് റെക്കോർഡിംഗ്. നീ എന്തിനാ എന്നെ പറഞ്ഞു?
അങ്ങനെ ഞങ്ങൾ നന്ദിയിൽ നിന്നും തിരിച്ചു പോവുകയാണ് ഗൈസ്. താഴെ എത്തി ഞങ്ങൾ